ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരുടെ റൂമിലും കുട്ടി കുട്ടി പോളറോയിഡ് ഫോട്ടോസ് കൊണ്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കും അത് ചെയ്യാൻ പറ്റിയാലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരെയല്ലേ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഏറ്റവും ബ്രിമ്മിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കൊരാളെ സർപ്രൈസ് ചെയ്യാൻ പറ്റിയാലോ? അതും നിങ്ങൾക്കൊരു യൂസ്ഫുൾ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടി കുട്ടി പോളറോയിഡ് ഫോട്ടോസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് A3 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്യാൻവയിൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബ്ലാങ്ക് സ്പേസ് ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് വരും. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഷീറ്റ് കിട്ടും. ഇതിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ പുതിയതായിട്ടൊരു പോളറോയിഡ് ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഏത് ഫ്രെയിമാണോ വേണ്ടത് ആ ഫ്രെയിം എടുക്കുക. ഓക്കെ, റെക്റ്റാങ്കുലർ ഫ്രെയിം എന്നോ സർക്കിൾ ഫ്രെയിം എന്നോ അങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി അതിനെന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇനി അറ്റ് എ ടൈം നമുക്കിതെല്ലാം സെലക്ട് ചെയ്ത് ഒരു സെയിം സൈസ് ആക്കാൻ വേണ്ടിയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. വീണ്ടും കോപ്പി കൊടുത്താൽ ഈക്വൽ സ്പേസിൽ താഴോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിലോട്ട് ഇടേണ്ട ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമുക്ക് ക്യാമറ റോൾ അല്ലെങ്കിൽ ചിലതിൽ ഗാലറി എന്നായിരിക്കും എഴുതിയിട്ടുള്ളത്. ക്യാമറ റോളിൽ നിന്നും നമുക്ക് വേണ്ട ഫോട്ടോസ് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അറ്റ് എ ടൈം നമുക്ക് 20 ഫോട്ടോസാണ് ഒരു ഷീറ്റിൽ ഇടാൻ പറ്റുന്നത്. ആ ഫോട്ടോ ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് 20 ഫോട്ടോസ് ആഡ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെറുതെ ഡ്രാഗ് ചെയ്ത് ആ ഫ്രെയിമിൻ്റെ പുറത്ത് കൊണ്ടിട്ടാൽ തന്നെ ആ ഫോട്ടോ ഫില്ലാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫോട്ടോയുടെ പുറത്ത് 2 ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിൻറ്റിങ് ഓപ്ഷൻസ് ആണ്. പ്രിൻറ്റിങ് ഓപ്ഷൻസ് ഇത്രയേ ഉള്ളൂ. ഡൗൺലോഡ് കൊടുക്കുക. അതിൽ നിങ്ങൾ ഇപ്പം പ്രിൻ്റ് ഷോപ്പിൽ കൊടുത്താണ് എടുക്കുന്നതെങ്കിൽ PDF പ്രിൻ്റ് കൊടുക്കുക. PDF പ്രിൻ്റ് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡായി വരും. അതിനെ അപ്പം തന്നെ വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മെയിലിലോട്ടോ ആണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ മെയിലിലോട്ട് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ ഗാലറി തന്നെ സേവ് ചെയ്തിടാനാണെങ്കിൽ JPG അങ്ങനെ എന്തെങ്കിലും ഫോർമാറ്റ് കൊടുക്കുക.